ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. കടുക് മാങ്ങ അച്ചാർ. അതിനായിട്ട് ഒരു ചെറിയ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 6-7 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില എല്ലാം. അതിനുശേഷം കടുക് മാങ്ങ അരിഞ്ഞത് ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇപ്പോൾ കടുമാങ്ങ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉലുവ 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതല്ല. ഇനി നമുക്ക് സവോളയൊക്കെ വഴന്നു വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ തീ കുറച്ചിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇതാ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പം നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടുക, നിങ്ങളുടെ എരിവിനാവശ്യം. അപ്പോൾ ഈ മുളക് പൊടി കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കണേ, നല്ല അച്ചാറിന് ടേസ്റ്റ് വരുള്ളൂ. ചെറുതായിട്ട് ഇതാ നമ്മുടെ അരപ്പിലേക്ക് മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മുളകൊക്കെ പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് വരാവേ. ഇതാ അപ്പം നമ്മളിനി കായം എന്തായാലും നിങ്ങൾ കായപ്പൊടി ഇടണം കേട്ടോ. അപ്പോൾ കായം നമുക്ക് അച്ചാറിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണോളം കായം പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട്. വിനാഗിരി ഒരു സ്പൂൺ ചേർക്കാവേ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല കടുക് മാങ്ങ അച്ചാറാണ്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ അരപ്പിൻ്റെ അകത്തേക്ക് ഇട്ട ശേഷം വേവിക്കരുത്. മാങ്ങ വേവിക്കാതെ പെട്ടെന്ന് അരപ്പിലേക്ക് യോജിപ്പിച്ച് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ കടുക് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.